നമസ്കാരം, ഞാൻ സൽഹ TS. സെന്റ് ജോസഫ് ബീച്ചിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വർണ്ണശോഭയോടെ പ്രവേശനോത്സവം. വായനയുമായി കൂട്ടുകൂടി രക്ഷിതാക്കൾ. പരിസ്ഥിതി ദിനാചരണം ആഘോഷമാക്കി സെന്റ് ജോസഫ് HSS. അറിവിന്റെ കോർണറുകൾക്ക് തുടക്കം. വായനാ മാസാചരണം വിവിധ പരിപാടികളോടെ ആരംഭിച്ചു. പാസ്കൽ ദിനം നമ്പർ ചാറ്റ് മത്സരം നടത്തി. വിദ്യാരംഗത്തിലൂടെ കലാരംഗത്തിലേക്ക് ചുവടുവെക്കാൻ വിദ്യാർത്ഥികൾ. ബാലവേല ദിനം പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. SS ക്ലബിന്റെ നേതൃത്വത്തിൽ ന്യൂസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ, പരിസ്ഥിതി ആൽബം നിർമ്മാണ മത്സരവും നടത്തി. വാർത്തകൾ വിശദമായി. വർണ്ണാഭമായ പരിപാടികളോടെ 2024-25 അധ്യയന വർഷത്തിന് തുടക്കമായി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രവേശനോത്സവം മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കുരുന്നുകൾക്ക് സ്നേഹ സമ്മാനം നൽകി. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വായനാ ദിന പ്രതിജ്ഞ നെഹ്ലാൽ ചൊല്ലിക്കൊടുത്തു. ഹെഡ് മാസ്റ്റർ മുജീബ് മാഷും മലയാള മേധാവിയായ ജസി ടീച്ചറും വായനാ ദിന സന്ദേശം നൽകി. അന്നേ ദിവസം 3 മണിക്ക് മൾട്ടിമീഡിയ റൂമിൽ വിദ്യാരംഗം കലാസാഹിത്യ സമിതിയുടെയും ലൈബ്രറി കൗൺസിലിന്റെയും ഉദ്ഘാടനം മൊയ്തീൻ മാഷ് നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ മുജീബ് മാഷ് സ്വാഗത പ്രസംഗം നടത്തി. വായനയുമായി കൂട്ടുകൂടി രക്ഷിതാക്കൾ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വായനാ ദിനത്തിൽ LP വിദ്യാർത്ഥികളുമായുള്ള മാതാപിതാക്കൾക്കായി വായനാ മത്സരം സംഘടിപ്പിച്ചു. കുട്ടികളിലെ ഗണിതാഭിരുചി വർദ്ധിപ്പിക്കാനായി UP വിഭാഗം ആരംഭിച്ച മാത്സ് കോർണറിന്റെ പ്രവർത്തനം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി SM ജോജി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ആഴ്ചയിലെ വിജയികളായ പ്രമോദ് PG, റിയ മരിയ, ജോസന്ന ലെനിൻ എന്നിവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ജൂൺ 12 ബാലവേല ദിനത്തോടനുബന്ധിച്ച് UP വിഭാഗം സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ അവകാശങ്ങൾ എന്നതായിരുന്നു പ്രസംഗ വിഷയം. 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾ മത്സരബുദ്ധിയോടെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. 5, 6, 7 തലത്തിൽ തന്നെ വിജയികളെ തിരഞ്ഞെടുത്തു. ജൂൺ 5 പരിസ്ഥിതി ദിനം അതിവിപുലമായ പരിപാടികളോടെ UP വിഭാഗം സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് UP കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി കവിതാലാപന മത്സരവും 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഔഷധസസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന മത്സരവും 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഔഷധത്തോട്ട നിർമ്മാണ മത്സരവും നടത്തി. കവിതാലാപന മത്സരത്തിൽ 5Cയിലെ സാരംഗി 1ാം സ്ഥാനവും 5Eയിലെ അവസാന 2ാം സ്ഥാനവും നേടി. ഔഷധസസ്യങ്ങളെ പരിചയപ്പെടുത്തൽ 6Bയിലെ ആരാധ MB, അഫക് സയാൻ എന്നിവർ 1ാം സ്ഥാനവും, റമോൺ PG, ഷെസ മറിയം എന്നിവർ 2ാം സ്ഥാനവും, ജമീല നൗറിൻ 3ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ന്യൂസ് പേപ്പർ എഡിറ്റിംഗ് ആൻഡ് റീഡിംഗ് മത്സരത്തിൽ 10Dയിൽ പഠിക്കുന്ന ശിവനന്ദ 1ാം സ്ഥാനവും, 9Dയിലെ ഫിദ ഫാത്തിമ 2ാം സ്ഥാനവും, 8Cയിലെ ഫൈഹ ഫാത്തിമ 3ാം സ്ഥാനവും നേടി. പരിസ്ഥിതി ആൽബം നിർമ്മാണ മത്സരത്തിൽ 10ാം ക്ലാസ്സിൽ നിന്ന് 10A 1ാം സ്ഥാനവും, 10D 2ാം സ്ഥാനവും, 10C 3ാം സ്ഥാനവും നേടി. 9ാം ക്ലാസ്സിൽ നിന്ന് 9D 1ാം സ്ഥാനവും, 9H 2ാം സ്ഥാനവും, 9K 3ാം സ്ഥാനവും നേടി. 8ാം ക്ലാസ്സുകളിൽ നിന്ന് 8B 1ാം സ്ഥാനവും, 8C 2ാം സ്ഥാനവും, 8D 3ാം സ്ഥാനവും നേടി. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.